പൈതൃകമായ സ്ഥലമാണ് കേട്ടോ. വെയിൽസും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ അപ്പാപ്പന്മാരുണ്ട്. ഈ അപ്പാപ്പന്മാരാണ് ഇവിടെ എന്തോ സംഭവം ചെയ്തതെന്നാണ് പറയുന്നത്. നമുക്ക് കോട കാണണോ? മഞ്ഞ് ഇത് മഞ്ഞാട്ടോ. സീൻ മഞ്ഞാണ്. എല്ലാവരും നടന്നു പോവുക കേട്ടോ. നമ്മളങ്ങോട്ടേക്ക് പോവുകയാണ്. So do hundreds of others, you know, it's that type of thing. There are places, but some of them, there's a waterfall which appears a lot on social media, and people want to know, but it's really dangerous because you have a narrow ledge to get to there. One slip means Okay. you don't come back. So just be careful. Thank you, boss. Nice one. കുറച്ച് ഡേഞ്ചർ ആവുമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. പുള്ളി ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നു. പുള്ളി നായനെയും കൂട്ടിയിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയാണ്. രാവിലെ പറയാൻ പറ്റില്ല, വൈകുന്നേരമായി. എന്താ വ്യൂ മക്കളെ. ഇതെല്ലാണ് ലൈഫല്ലേ, ഇതെല്ലാണ് സ്ഥലം. ഇവിടെ ഒരു കപ്പിൾസ് ഉണ്ട്. നോക്കുക, ഈ സൈഡിൻ്റെ അടക്കം ഒരു വര സാധനം സ്റ്റെപ്പാണത്. ഗോഡ്, ഇങ്ങനെ ഇവര് എന്താ പറയുക, റിട്ടയർമെൻറ്റ് ലൈഫെല്ലാം എൻജോയ് ആക്കുന്ന ഇതേപോലത്തെ പ്ലേസിലായിരിക്കും, കൺട്രി സൈഡിലായിരിക്കും കേട്ടോ. നല്ല പൈസയും ഉണ്ടാവും അവരുടെ കയ്യിൽ. അങ്ങനെ പറയുന്നില്ല, അവരെ ഒരു ലൈഫ് ടൈം മൊത്തം എന്താ പറയുക പ്രയത്നിച്ച് അവരാ ലൈഫ് ഒരു 50 വയസ്സ് 55 വയസ്സാകുമ്പോൾ അവരവിടെ പരിപാടി നിർത്തി അവർ പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫ് അവരെ ഭാര്യയും ഭർത്താവും കൂടി എൻജോയ് ചെയ്യും കൺട്രി സൈഡ് പോലത്തെ സ്ഥലത്ത്. അവിടെ നോക്കുക ഗൈസ്, ഗുഹേൻ്റെ ഉള്ളിൽ നമ്മളെ ടീമുണ്ട് കേട്ടോ. പോകണം, ഈ ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ഇങ്ങനെ ഇത് നടന്നു പോവാട്ടോ. അപ്പോൾ ഒരു സാധനം കണ്ടേ, ഞാൻ കാണിച്ചാലേ. മോനെ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുന്നുണ്ടോ? എന്തൊരു രസമാണ്, നോക്കിയേ ഇതെല്ലാം കാണാൻ, എന്തൊരു രസമാണ്. നിങ്ങൾ നടന്നോ, നമ്മൾ വന്നോളൂ. അഞ്ചാർക്ക നടന്നോ, ഞാൻ എത്തിക്കോളൂ. ഇത് കണ്ടോ നിങ്ങൾ? അവിടെ ഒരു വീട് കണ്ടോ? നോക്കിയ വണ്ടികൾ എന്താ രസം. സെറ്റ് കേട്ടോ. എനിക്ക് നല്ല സംശയം, ഇത് അടുത്ത മഞ്ഞുമലാകും. നിങ്ങൾ നോക്കി, ഈ മറ്റേ ഫെൻസെല്ലാം പൊട്ടിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. പൊട്ടിച്ചിട്ടുണ്ടാരോ, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. മഞ്ഞുമല ആവാണ്ടെന്നാ മതി, ആവൂലായിരിക്കും. നോക്കാം, ഈ വ്ളോഗ് ഇറങ്ങൂലേ? ഇറങ്ങും കേട്ടോ. നമ്മളെ പിള്ളേഴ്സ് കൂടി ഉണ്ട്. അങ്ങനെ കാണാൻ വൃത്തിയുണ്ടോ? കൊള്ളാവോ? നമുക്കിത് കാണാം. ഇതാണ് ഞാൻ വീട്ടിൽ റഷ് കൊടുത്തിട്ടുണ്ടോ എന്താണ് ഇപ്പൊ പോയിട്ട് പറഞ്ഞിട്ട് ബൗണ്ടി ടേസ്റ്റ് കൂടി. ഇവിടെ ഫുൾ പ്ലാനിങ് ആണ്. എന്താട്ടോ ഒരു മുട്ടായി എന്താട്ടോ നമുക്ക് മുട്ട എത്തുന്നില്ല. ആ ഗുഹയിലേക്ക് നമുക്ക് പോണം, പോയിട്ട് കാണാം. Enjoy the mate. Enjoy the day. Bye-bye. Oh yeah. You okay, mate? Yeah. Brilliant. Good. നമ്മളിത് കയറുക കേട്ടോ. കയറും നമ്മളിങ്ങനെ ഇതാണ് വ്യൂ. സെറ്റല്ലേ? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും. സോ ബി കെയർഫുൾ. ഓക്കെ, ദുർഘടം പിടിച്ച വഴിയിലേക്ക് കൂടിയാണ് നമ്മൾ പോക്ക്. ക്യാമറ പിടിച്ചിട്ടുള്ള നടത്തം ശരിയാവില്ല, മേലെ വരെയുള്ളത്. സോ അവിടെ മേലെ എത്തിയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, ബൈ. മേലെ എത്തിട്ടോ.
അങ്ങോടെത്തി. സുധേഷ് ചാണ്ടാട്ടൻ, പ്രണവേട്ടൻ എല്ലാവരും പോവാണ്. ഗുഹേൻ്റെ ഉള്ളിലിട്ടാ, ഗുഹേൻ്റെ ഉള്ളിൽ കയറട്ടെ. അടുത്ത മഞ്ഞുമ്മലാവാണ്ട് നിന്നാൽ മതിയായിരുന്നു. ഈശ്വരാ രക്ഷിക്കണേ. പോവാണ് ഗുഹേൻ്റെ ഉള്ളിൽ. ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ. ലൈറ്റ് ഉണ്ടോ അറിയില്ല. നമ്മൾ പോവാണ്. അത്രയും സ്പേസ് ഉള്ളൂ കേട്ടോ. ഓ പറുദീസ, അതാണ് നമ്മൾ പറഞ്ഞ പറുദീസ. പടു. നമ്മളിത് അങ്ങനെ ഒരു ഒന്നാമത്തെ ഗുഹ കഴിഞ്ഞിട്ട് ആദ്യത്തെ പറുദീസ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞ ഗുഹ കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ നമ്മളൊരു പറുദീസ കാണും. നോക്ക്, ശരിക്കും മഞ്ഞുമല പോഷൻ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പെട്ടാൽ എങ്ങനെയാണ് സെറ്റപ്പാട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡേഞ്ചറാണ്. ഇങ്ങനെ പോവാം. അടുത്ത ഗുഹ കേട്ടോ, ചെറിയ ഗുഹയാണ്. അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. കാണാം. സീനാട്ടാ, സീനാണ്, സീനാണ്. ഓക്കെ, നല്ല ഒച്ചയാക്കുന്നുണ്ട്. ടീം മുമ്പോട്ട് പോയിട്ടോ. നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ. കല്ലുകൾ ചവിട്ടി നമ്മൾ പോവുകയാണ് ദുർഗന്ധം പിടിച്ച പാതയിലൂടെ. അത്രേ ഹൈറ്റുള്ളൂ കേട്ടോ. അഗെയിൻ കയറുക കേട്ടോ. കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകണ്ടോ? പോവാണ് അഗെയിൻ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇങ്ങോട്ട് കയറാൻ പോകട്ടോ. അഡ്വഞ്ചേഴ്സ് ഓൾവേസ് ഈസ് അവർ വീക്ക്നെസ്. ഓക്കെ, കാണാം. ഇങ്ങനെ കയറി മേലെ വരെ പോവാം. പക്ഷെ അവരതിൻ്റെ മേലെ കയറാൻ നോക്കുകയാണ്. പക്ഷെ ആവില്ല. കുറച്ച് നല്ല പണിയുണ്ട് എൻ്റെ മേലെ കയറണമെങ്കിൽ. റിസ്ക്കുമാണ്. സോ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇത്ര വന്ന എന്നെ നല്ല ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഇതാണ് മല്ലുമിനാട്ടീസ്. മല്ലുമിനാട്ടീസ്. യെസ്, നമ്മൾ പേര് എഴുതിയിരിക്കുന്നു. പറഞ്ഞോ ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ പർദീസ. അതിനെ പിടിക്ക്. എന്താ ബർത്ത്ഡേ മാത്രം വിളിക്കുന്നേ? ഇയാളെവിടെ പോയത്? വന്നു പറയുമ്പോലെ ശരിക്കും മഞ്ഞമ്മല കിട്ടോ ഇങ്ങനെയാണെങ്കിൽ. വാ വാ, അങ്ങനെ കേറല്ലേ ഇത്. വന്നേ, വാ വാ വാ. ഐഡിയും കിട്ടുന്നില്ല കൈ. പുള്ളി ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അത് എങ്ങനെയാണ് കയറുമ്പോ കാണാതെ, എന്തായാലും കയറുമ്പോ കാണാതെ നമുക്ക് ഒരു ലുപ്പില്ലാണ്ട് കണ്ണ ഇറങ്ങിപ്പോഴത്തേക്ക് പുള്ളിതാ അങ്ങ് താഴെ വരെ പോയിട്ടോ. നമ്മളെ കൂട്ടത്തിലെ അഡ്വഞ്ചർ കുറച്ച് കൂടിയ ആളാട്ടോ അത്.
അപ്ലാസ്. പിന്നെ ഒരലേ പോയി ഇപ്പുറത്തേ വരണട്ടെ, ഈ ഗുഹ താണ്ടി ഇല്ലേ വരണം. ഇനി ഒരു ഗുഹ അടക്കാണ്ട്, ആ ഗുഹ അടിച്ചാൽ പുറത്തേക്ക് പോകും. നമ്മൾ പോകുന്ന വഴി നോക്കുക, ഇത്രേ ഉള്ളൂ കേട്ടോ. പാട്ട് പാടിയിട്ട് ഭരതേട്ടനും ടീം. ഓ നായകൻ, എൻ കഥയിൽ നായകൻ അരുൺമയായ ആനന്ദ് അവർക്ക് സ്വാഗതം. പാട്ടുകാരൻ ഭരതേട്ടൻ. ഓ പാട്ട് പാടി വരികയാണ് ഭരതേട്ടൻ. ആ ചിരി നോക്കിയേ. അപ്പോൾ ഗായ്സ് ടാറ്റ, നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ. ഈ കുഹ്യൻ നമ്മൾ വിട പറഞ്ഞു പോവുകയാണ്. നമ്മൾ പോകുന്ന വഴികൾ നിങ്ങൾ കണ്ടല്ലോ, അത് ദുർഘടമായ വഴികളാണ് ഗായ്സ്. ദുർഘടം പിടിച്ച വഴികളിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിപ്പിക്കുകയാണ്. ഇവിടെ ഫുൾ ഡിസ്കഷനാണ്. വേറെ സംബന്ധം നിങ്ങൾക്ക് കാണിച്ചു തരാം. റെഡ് ബുളിൻ്റെ മാർക്കറ്റിംഗ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. റെഡ് ബുളിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടോ? റെഡ് ബുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഒരു സ്ഥലത്ത്. അവിടെ ഇവിടെയും റെഡ് ബുളിൻ്റെ ക്യാൻസ് കൊണ്ടുവിടുക, എന്നിട്ട് ആൾക്കാർ വാങ്ങാൻ നിൽക്കുക. അതിപ്പോൾ ഈ ഗുഹയിൽ വരെ അവർ കൊണ്ടിട്ടിട്ടുണ്ട്. എന്താ സ്ട്രാറ്റജി അല്ലേ? പെടവൺ, ഗുഡ് വൺ. നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അത്. എന്തായാലും അത് വിജയകരമായി പൂർത്തീകരിച്ചൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. അനന്തോട്ടം നടക്കുന്നുണ്ട്, എന്നിട്ട് മുമ്പിൽ നടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, നമ്മൾ വെള്ളച്ചാട്ടം കണ്ടോളൂ നിങ്ങൾ, നല്ലൊരു ചെറിയ വെള്ളച്ചാട്ടം. സോ പോവുകയാണ്. പാതി അടച്ച ഗുഹയിൽ നമ്മൾ പോവുകയാണ്. നിങ്ങൾ കണ്ടോ ഈ അതിദുർഘടമായ വഴികൾ ഇത് നമ്മൾ സഞ്ചരിക്കുക. ഔവാരെ നോക്കി സഹിക്കുന്നവർ സഹിക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ഒരു വഴിയിലേക്കൂടെ നടക്കുക, ദുർഘടം പിടിച്ച വഴി. പക്ഷേ ഇപ്പോൾ നല്ല വഴിയുണ്ട്, നമ്മൾ ഇതിലെ പോയ പോരെ. എന്തിനാണ് അവിടെ നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഒരു യൂട്യൂബർ ഉണ്ട്, ആ പുള്ളി പറഞ്ഞ വഴിയിലെ കൂടി ആ പിള്ളേർ പോകുന്നത്. നമ്മളിത് ഇതിലേ പോയെ, നമുക്കിത് ഈസി ആയിരുന്നു ഈ വഴി. പിള്ളേർ കറങ്ങി പോവുകയാണ്. എന്നാലും നമ്മൾ ഇറങ്ങിയിട്ടോ അതിൻ്റെ ഉള്ളിലെല്ലാം പോയി, അപ്പുറത്ത് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം കയറി നമ്മൾ യാത്രയാവുകയാണ് തിരിച്ചടുത്ത സ്പോട്ടിലേക്ക്. ഓക്കെ, നമ്മളങ്ങനെ ആദ്യത്തെ സ്പോട്ട് കവർ ചെയ്തു. ഇനിയും വേറെ സ്പോട്ടുണ്ടോ അറിയില്ല, വേറെ സ്പോട്ടിലേക്ക് പോകുന്നുണ്ടോ അറിയില്ല. നമ്മളെ ഒന്നും പ്ലാനില്ല, നമ്മളിങ്ങനെ പോവുകയാണ്, പ്ലാനൊന്നും ഇല്ലാണ്ട്. നമുക്ക് ഫുട്ബോൾ കളിച്ചിട്ട് കാക്ക് കുറച്ച് മുറിവുണ്ട്, അതുകൊണ്ട് നമുക്ക് മെല്ലെ നടക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ മെല്ലെ നടന്നു പോകുമ്പോഴാണ് ഒരു കാര്യം കണ്ടത്. 1921 ഉണ്ടായ സാധനമായിട്ട് ഇതെല്ലാം. 1921 സ്ലേവറിക്ക് വേണ്ടി ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ക്വാറിയാണ്. ഇവിടെ ഫുൾ പണിയെടുപ്പിച്ച്, നിങ്ങൾക്കറിയാലോ ബ്രിട്ടീഷിൻ്റെ കാര്യങ്ങൾ. സോ അവർ 1921 ഇവിടെ സ്ലേവറി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു സമയത്ത്. ഇവിടെ എല്ലാം ഫുൾ പണിയെടുപ്പിച്ചിട്ട് അടിമത്വം ചെയ്യിപ്പിച്ച സ്ഥലങ്ങളാട്ടോ. ആൾക്കാരെ കച്ചവടം ചെയ്ത് കൊണ്ടുവന്നിട്ട് മാൻ ട്രേഡ്. എല്ലാവരും സോഷ്യൽ സ്റ്റഡീസ് കേട്ടിട്ടുണ്ടാവല്ലോ, സാധനത്തിൻ്റെ ഭാഗമായിട്ട് വരും ഇതെല്ലാം. കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളിവിടെ ഉണ്ട്. അവരങ്ങനെ കീപ്പ് ചെയ്യുകയും ചെയ്തു, അവരൊരു റൂളിൻ്റെ ഭാഗമാണ്. ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. കണ്ട ആ ലേക്കും 2 മലേൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്ന ലേക്ക്, നമ്മൾ ചെറുപ്പത്തിലെല്ലാം ചിത്രം വരച്ച് കളിക്കുന്ന സ്ഥലത്തിനെ പോലത്തുള്ള സ്ഥലം. നോക്കി ഞങ്ങൾ, എന്താ രസം കാണാൻ. എന്താ രസം, 2 മല, അതിനിടയ്ക്ക് കൂടെ ഒരു അരുവി എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നോക്കി, സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. വെയിൽസ് എല്ലായിടത്തും, വെയിൽസ് പറഞ്ഞാൽ കുറേ മലകളുടെ ഇടയിലുള്ളൊരു രാജ്യം കേട്ടോ വെയിൽസ്. എല്ലാം മഞ്ഞ് മൂടിയിട്ടും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം, അവിടെ വണ്ടികൾ പോകുന്ന കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്പോട്ട് ചെയ്തിട്ട് കണ്ട, ചെറിയ വണ്ടി പോകുന്നത് കണ്ട.
ഇതാണ് എൻ്റെ വ്യൂ. ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട പറയട്ടോ. ഇത് വ്യൂ പോയിന്റ് ആണ്. അതിൻ്റെ മേലെ കയറി നമുക്ക് എന്താ പറയുക ആ അരുവിയും മലേൻ്റെ അടുക്കുള്ള ആ വ്യൂ എല്ലാം കാണും കേട്ടോ. ആൾക്കാർ ഇത് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ടീം കയറി നിന്നിട്ടുണ്ട്. നോക്കാലോ എൻ്റെ മേലക്കത്തെ വ്യൂ. കണ്ടോ ഡാൻസ് ചെയ്യാനാ? ഒരു മിനിറ്റ് ഡിഗ്രി വ്യൂ കേട്ടോ. ഈ വ്യൂ നോക്കൂ നിങ്ങൾ, എന്താ രസം കാണാൻ. നമ്മളെ ഇവിടുത്തെ വ്യൂവിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. തിരിച്ച് എന്താ ഇന്നലെ പോയ ബീച്ച് ഉണ്ടല്ലോ, ലാൻഡിന് പേര് വായി കിട്ടുന്നില്ല. ലാൻഡിനു ആ സാധനം, അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയും കൂടി പോയിട്ട് നമ്മൾ തിരിച്ച് ലിവർപൂളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഉള്ളൊരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വൈബ് പറഞ്ഞാണല്ലോ. അത് അങ്ങനെ നല്ലൊരു എന്താ പറയുക എൻഡിങ്ങിലേക്ക് ആവാൻ പോവുകയാണ്. സോ എന്താ പറയുക ബാക്കി കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ഷൂട്ട് ചെയ്ത് ഇടാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് KFC പോകാൻ നിൽക്കാം കേട്ടോ. KFC വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് KFC പോകാൻ നിൽക്കാം കേട്ടോ. KFC വന്നിട്ടാണ്. അപ്പോൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. KFC ബാംഗ്ലൂരുള്ള KFC കേട്ടോ. ബാംഗ്ലൂരിലെ KFC പോവാണ്. പുഷും പുള്ള എപ്പോൾ മാറിക്കൊണ്ട് നിൽക്കും നമ്മളെ പിള്ളേർ വെച്ചാൽ ചിപ്സ്, മയണൈസ്, ടൊമാറ്റോ സോസ് ആൻഡ് ദീസ് ആർ ദ തിങ്സ്. ഇത് ഫില്ലറ്റ്സ് ആണല്ലോ. ഫില്ലറ്റ്, നല്ല ഫില്ലറ്റ്, മൊരിഞ്ഞ ഫില്ലറ്റ് നോക്കിയെടുക്കുകയാണ് നമ്മൾ. ഫില്ലറ്റ് കണ്ടില്ല. ഫില്ലറ്റ് പിന്നെ ഒരു പെപ്സി, ബീൻസ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു മൂഡ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബീച്ചാട്ടോ, കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ബീച്ച്. നമ്മൾ ഇത് ശരിക്കും ഒരു കാർ പാർക്കാട്ടോ. കാർ പാർക്ക്, അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ബീച്ച്. എങ്ങനെയുണ്ട് സാധനം? സെറ്റപ്പ് അല്ലേ പ്ലേസ്? ഏത് മൂഡ് പ്ലേസ്. ഇങ്ങനത്തെ കുറേ പ്ലേസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. സെറ്റപ്പായിട്ട് നമ്മളിതാ എല്ലാവരും എത്തി. മറ്റേ ടീമും എത്തി, അൻസാർക്ക് ടീമും. കാറിങ്ങനെ നിർത്തി നമുക്ക് ബീച്ചും കണ്ടിരിക്കാം. ഏത് മൂഡ്, ലൈറ്റ്സ് മൂഡ്. അതിൻ്റെ ബാക്കിൽ നല്ല 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 കോട്ടേജസ് എല്ലാം ഉണ്ട്. അവർക്കെല്ലാം ഡയറക്റ്റ് വ്യൂ ആണ് വീടിന്ന് മുമ്പിലേക്ക് കടൽ. പിന്നെ പ്രൈവറ്റ് ബീച്ചാട്ടല്ലേ. അങ്ങ് അവിടെ ഒരു ബീച്ചുണ്ട്, ഇന്നും പ്രൈവറ്റ് ആയിട്ട്. ആണ് വ്യൂ പോയിന്റ്. ലാൻഡിനു ബീച്ച് ലാൻഡിൽ എന്തോ ബീച്ച്. ആ ബീച്ചിലെ വ്യൂ പോയിന്റ് ആട്ടോ. എന്താ ക്ലിയർ വെള്ളം. അവിടെ കുറച്ച് പേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം, പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം കാസ്റ്റ് ചെയ്തിട്ട്. കാസ്റ്റ് ചെയ്യാൻ പോകുന്ന യൂസ് ചെയ്യുന്ന ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട്. എന്നാലും നമുക്ക് അവരോട് വിശേഷങ്ങൾ പങ്കുവെക്കാം അവിടെ എത്തിയിട്ട്. സെറ്റപ്പാട്ടോ, ബീച്ചിലേക്ക് ഇറങ്ങാനെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവർ. അവിടെ പുള്ളി കാസ്റ്റ് ചെയ്യുകയാണ്. ഇട്ടിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്ന് പുള്ളി നോക്കുകയാണ്. ഈ തെരയിൽ വന്ന് ഇട്ടാൽ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ മഴ പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കതാ ഭയങ്കരമായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. നല്ല ഡാർക്കാണ് കേട്ടോ സ്കൈ. അതെല്ലാം നമുക്ക് നോക്കാം. നല്ലൊരു വ്യൂ ഒക്കെ കേട്ടോ. എങ്ങനെയുണ്ട്? എൻ്റെ കണ്ണടയുടെ മറ്റേ പീസ് ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുകയാണ്.
പുള്ളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എനിക്കെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്തായാലും. അവിടെ ബക്കറ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വീണു. ഞാൻ വീണതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നമ്മളത് എഫക്റ്റിന് വേണ്ടി ഫോൺ ഇട്ടതാണ്. ഏത് അല്ലേ? ഇപ്പൊ നമ്മൾ പോവുകയാണ്. ഇല്ല, കടലിൽ മഴ പെയ്യാണ് കേട്ടോ. മഴ പെയ്യാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങള് കടലിൽ മഴ പെയ്യുന്ന കേട്ടോ. ചുഴലിക്കാറ്റ് വരുന്നതല്ല, കടലിൽ മഴ അങ്ങനെയാണ് പെയ്യുന്നത്. നമുക്ക് ഇത്ര ദൂരം നിന്ന് കാണുമ്പോൾ തോന്നുന്നത്. നൈസ് വ്യൂ കേട്ടോ ഇവിടുന്ന്. ആ ഒരു മല അവിടെ നിന്നുള്ള ഇതാ. ആ എന്താല്ലേ, സെറ്റ്. ആമയുടെ മുട്ട കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കടലിൽ നിന്നും ആമയുടെ മുട്ട കിട്ടി ഗൈസ്. മുട്ട, വലിയ ആമയുടെ മുട്ടയാണ് ഗൈസ്. മുട്ട സോ ഗൈസ്, നമ്മളിതാ എന്താണ് എന്ത് ബീച്ചാണ്? ലാൻഡിരുന്നോ? ബീച്ചിൽ നിന്ന് വ്യൂ പോയിന്റ് നമ്മൾ ഇറങ്ങി. നല്ല കാറ്റുണ്ട്. പക്ഷെ ഇവിടെ എപ്പം വന്ന് വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ വല്ലപ്പോഴും വന്ന് നമ്മൾ സ്റ്റേക്കേഷൻ, ഒരു വേക്കസി ആ ഒരു രീതിയിൽ മൈൻഡ് ഫ്രഷ് ആക്കാൻ നമ്മുടെ നാട്ടിലെ ബീച്ചിലേക്ക് ഇറങ്ങാൻ എന്ത് പൂയേ ഉള്ളൂ. ഇവിടെ തന്നെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നീ കയറി പോയിക്കോ. ആർക്കാ വിശപ്പുണ്ടോ? ചാടണം, അതിൽ നേരെ കയറുക. അതൊന്നല്ല കേട്ടോ, ബോട്ട് പോകേണ്ട എന്തോ സംഭവം കേട്ടോ. ഈ ബോട്ടിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസാണെന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ആൾക്കാർ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്പോട്ട്. നമ്മളിങ്ങനെ നേരെ ലിവർപൂളിലേക്ക് പോവുകയാണ് അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അടുത്ത നമ്മളിത് എൻഡ്ലെസ് ജേണിയാണ്. നമ്മളൊരു സ്പോട്ടിലേക്ക് പോവായിരുന്നു. സോ ബൈ വേ നമ്മൾ ഇത് കണ്ടപ്പോ ഇവിടെ നിർത്തി. അപ്പൊ ഇതല്ല വ്യൂ പോയിന്റ്, അല്ല വേറെ. ദിസ് ഈസ് അനദർ വ്യൂ പോയിന്റ്. ഗുഡ്, വെരി ഗുഡ്, ലൈക്ക് ഇറ്റ്. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അവിടെ കുറേ കാറ്റാടികളുണ്ട് കേട്ടോ. വിൻമിൽസ് കണ്ടോ? ഈ ബീച്ചിൽ നമ്മൾ തിരിച്ച് ലിവർപൂളിലേക്ക് പോവാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ബീച്ച് ലണ്ടൻഡോ ബീച്ചിന്റെ ഭാഗമാണിത്. നമ്മളെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങിയെടുത്തേക്കിന് എത്തിയിരിക്കുന്നു. മറ്റേ വണ്ടി എത്തണം. നമ്മൾ അൻസാർക്ക് ടാറ്റ പറയുകയാണ്. ടാറ്റാ, ബൈ ബൈ.